ഷാനവാസിൻ്റെ ഇന്നലത്തെ കൊട്ട് ശരിക്കും ശരത്തിനെ ഏറ്റിട്ടുണ്ടേ. ശരത്ത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട്. വൈഫ് രേഷ്മയെ കാണണം എന്ന് പറയുന്നുണ്ട്, മക്കളെ കാണണം, സംസാരിക്കണം, വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ശരത്ത് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം ബിൻസിയുമായിട്ടുള്ള ആ ഒരു സീൻസ് പുറത്തേക്ക് എങ്ങനെയാണ് പോയിരിക്കുന്നതെന്നുള്ളത് ശരത്തിന് ഒരു ഐഡിയയും ഇല്ല. മാത്രമല്ല ഷാനവാസ് അത് വച്ചിട്ട് കളിക്കുന്നുമുണ്ട്. ശരിക്കും ഷാനവാസ് നല്ലൊരു പ്ലെയറാണ്, നല്ല കപ്പാസിറ്റി ഉള്ള ടോപ്പ് 5 എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരു പ്ലെയറാണ്. പക്ഷേ ഷാനവാസ് ഇപ്പോൾ എടുത്ത ഈ സ്ട്രാറ്റജി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് വേണ്ടാത്ത ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും പുറത്ത് ലൈഫുണ്ട് അല്ലേ? ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും പുറത്ത് എല്ലാവർക്കും ലൈഫുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ പറയുന്ന പെൺകുട്ടി ഔട്ടായി പുറത്തു പോയ സ്ഥിതിക്ക് ഇനിയും ആ കുട്ടിയുടെ പേര് ഇതിലേക്ക് വലിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നൂറയും ആദിലയൊക്കെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ട്രാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞില്ലേ? അയാൾ പുറത്തു പോയില്ലേ? വീണ്ടും നമ്മൾ ഓരോ ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഷാനവാസ് പറയുന്നത്. നമ്മുടെ നൂറെ അതിലേക്ക് പറയുന്നുണ്ട്, ശരത്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ പറയുമ്പോഴും ഷാനവാസ് കുറേ ന്യായങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആയിരിക്കും ഇത് സോൾവ് ആവുന്നതെന്നറിയില്ല. ചിലപ്പോൾ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് സോൾവ് ആക്കി ഈ വിഷയം അവസാനിപ്പിക്കാനാണ് സാധ്യത.